ശീതകാല പച്ചക്കറി ഗ്രാമമായ ഇടുക്കിയിലെ കാന്തല്ലൂരിനെ കൃഷി വകുപ്പ് കൈവിട്ടു. ഇവിടെ VFSCയുടെ ഓഫീസ് പൂട്ടിയിട്ടിട്ട് മാസങ്ങളായി. 6 വർഷം മുൻപ് സംഭരിച്ച പച്ചക്കറിയുടെ വില പോലും ഹോർട്ടികോർപ്പ് കർഷകർക്ക് നൽകിയിട്ടില്ല. ഇടുക്കിയിലെ ശീതകാല പച്ചക്കറികൾ പൂർണ്ണമായും ഹോർട്ടികോർപ്പ് മുഖേന സംഭരിക്കാൻ 2017-ലാണ് സർക്കാർ തീരുമാനിച്ചത്. സംഭരിക്കുന്ന പച്ചക്കറികളുടെ വില അതാത് ദിവസം കർഷകർക്ക് നൽകാമെന്നായിരുന്നു പ്രഖ്യാപനം. ഇങ്ങനെ പച്ചക്കറി നൽകിയ കർഷകരാണ് കടക്കെണിയിലായത്. 80,000 രൂപ കിട്ടാറുണ്ട്. 1000 വർഷമായിട്ട് ഇതുവരെ കിട്ടിയില്ല. ഇനി ഈ ഭാഗത്ത് തന്നെ 13 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കാരണം ഈ വെളുത്തുള്ളി മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ വെളുത്തുള്ളി ആണെങ്കിൽ തമിഴ്നാട്ടിൽ കൊണ്ട് വിൽക്കാം. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, കാബേജ് ഇതൊക്കെ സാധനം മേടിച്ചിട്ട് ഇതുവരെ പൈസ ഇവിടെ ഒരുപാട് ആൾക്ക് കിട്ടാറുണ്ട്. VFSC ഉള്ളപ്പോൾ നമുക്ക് നല്ലപോലെ ചെയ്തുകൊണ്ട് സാധനങ്ങളൊക്കെ കൊടുത്താൽ നമുക്ക് വില കിട്ടിയില്ലെങ്കിൽ പൈസ കുറച്ച് തന്നുകൊണ്ടിരുന്ന. ഇപ്പോൾ ഇടയ്ക്ക് മൊത്തം നിന്നുപോയി. ക്യാരറ്റും പോകുന്നില്ല, കാബേജും പോകുന്നില്ല. അതങ്ങനെ ആരും ചെയ്യാറുമില്ല. പിന്നെ പനിക്കൂടി ഒരുപാട് ചിലവ് കാര്യങ്ങളുണ്ട്. പിന്നെ അത് കാരണം കൊണ്ട് കൃഷി പൊതുവായിട്ട് വളരെ കുറവാണ് ഇപ്പോൾ. വട്ടവട, കാന്തല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പച്ചക്കറികൾ ഹോർട്ടികോർപ്പ് സംഭരിച്ച് VFPCK വഴി വിറ്റഴിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി 4 റീജിയണൽ മാനേജർമാർക്ക് ചുമതല നൽകി. എന്നാൽ കാന്തല്ലൂരിൽ VFPCKയുടെ ഓഫീസും സംഭരണ കേന്ദ്രവും പൂട്ടിയിട്ട് മാസങ്ങളായി. വിഷരഹിത പച്ചക്കറികൾ ന്യായവിലയ്ക്ക് ജനങ്ങളിലെത്തിക്കാനുള്ള പദ്ധതിയാണ് കൃഷി വകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലം തകർന്നത്. ഹോർട്ടികോർപ്പിനെ വിശ്വസിച്ച് പച്ചക്കറികൾ നൽകിയ കർഷകർ കടക്കണിയിലുമായി. ഇടനിലക്കാരുടെ ചൂഷണം മൂലം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാന്തല്ലൂരിലെ കർഷകർ. കേരള വിഷൻ ന്യൂസ്.